രക്ഷിക്കാൻ എന്നെ സഹായിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. എൻ്റെ മോളുടെ ജീവനൊന്ന് രക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുന്നേ കൈ നീട്ടുന്നത്. എൻ്റെ അവസ്ഥ അറിഞ്ഞ്, എൻ്റെ മോളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കാൻ മാത്രമേ എനിക്കാവുള്ളൂ. എൻ്റെ മോളൊന്ന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിച്ചു പോകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൈബിയുടെ ഭവനത്തിലാണ്. 2019 4 മാസത്തിൽ ഈ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇവർക്ക് സ്വന്തമായ വീടോ സ്ഥലമൊന്നുമില്ല, വാടക വീട്ടിലാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കേൾവിക്കുറവും സംസാരിക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. എങ്കിലും പുള്ളിക്കാരി അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. മോക്കും കേൾവിക്കുറവും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഒരു വല്ലാത്ത കഷ്ടപ്പെടുകയാണ്. ദയവായിട്ട് ഇവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് കുഞ്ഞ്. നമുക്ക് 17 വയസ്സാണുള്ളത്. ഇത് കംപ്ലീറ്റ് നീരാണ് കാലിന്. ഇപ്പോൾ കീമോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നീര് കുറഞ്ഞത്. നേരത്തെ ഭയങ്കര നീരായിരുന്നു. അപ്പോൾ തന്നെ ഈ കൈയുടെ ഇവിടെയൊക്കെ ഭയങ്കര നീരായിരുന്നു, അതൊക്കെ കുറഞ്ഞു. കീമോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിനൊക്കെ കുറവ് വന്നു. മോൾക്ക് 17 വയസ്സാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് RCCയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ RCCയിൽ കൊണ്ടുപോകാൻ അവരുടെ ഈ പൈസയില്ല, ഒരു പൈസ പോലും ഇല്ല. വണ്ടിക്കൂലിക്ക് പോലും ഉള്ള പൈസയില്ല. ആ സാഹചര്യത്തിനകത്താണ് ഉള്ളത്. പിന്നെ കുഞ്ഞിൻ്റെ ചെവിയിൽ കേൾക്കാനുള്ളൊരു സംവിധാനം വെച്ചിട്ടുള്ളതുകൊണ്ട് അല്പം കുഞ്ഞിന് കേൾക്കാനായിട്ട് പറ്റും. അമ്മയ്ക്ക് സംസാരിക്കാൻ പ്രശ്നമുണ്ട്, കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദയവായിട്ട് അമ്മ പറയുന്നതൊന്ന് കേൾക്കണേ. എന്താ പേരെന്താ? എൻ്റെ മോള് ഒരു 2019 മാസം 2019 വർഷം 4 മാസം മുതൽ എൻ്റെ മോൾക്ക് കഠിനമായൊരു പനി വരികയും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കൊച്ചിനെ കൗണ്ട് കുറഞ്ഞു പോകുന്നതിനാൽ കൊച്ചിനെ ബയോപ്സി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അതോടെ കൊച്ചിന് മൈലോയിഡ് പ്ലാസ്റ്റിക് സിൻഡ്രോം എന്നൊരു രോഗമാണെന്ന് കണ്ടുപിടിച്ച് വേറെ ചികിത്സ ഒന്നുമില്ല, കൊച്ചിനെ മച്ച മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് യാതൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളും പോയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് അവസാനം ഒക്കെ കൈക്കും കാലിനും എല്ലാം നീര് ഭയങ്കരമായിട്ട് ഉണ്ടായതുകൊണ്ട് കൊച്ചു അതികഠിനമായ വേദനയാൽ കൊച്ചു കരയുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും കൊച്ചിനെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞത്തേക്കും കൊച്ചിനെ ഉടനെ കീമോ തുടങ്ങണമെന്ന് പറഞ്ഞു. കീമോയും റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞതിനാൽ ഇത് കീമോ തുടങ്ങി. ഒരു 14 ഒരു കീമോ തുടങ്ങിയപ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടായി, പനി ധാരാളമായിട്ട് ഉണ്ടായി. കൊച്ചിൻ്റെ കൗണ്ട് തീർത്ത് കുറഞ്ഞു പോയി. കൊച്ചിൻ്റെ ഒരു മരണത്തിൻ്റെ വക്കിലോട്ട് പോകുന്ന ഒരു അവസ്ഥ നോക്കായി. ഉടനെ തന്നെ കൊച്ചിനെ ICU പ്രവേശിക്കുക. ഇപ്പോൾ ഡോക്ടർ RCCയിലോട്ടോ വേറെ വല്ല ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, ചികിത്സ തുടങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് ഞങ്ങൾക്ക് വളരെ ഒരു സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു നേരത്തൊരു വേദനയ്ക്കുള്ള മരുന്ന് പോലും മേടിക്കാൻ പൈസ ഇല്ലാതെ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, അത് പ്രശ്നം നമുക്ക് ഷൈബിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രശ്നമാണ്. ശരിക്കുള്ളൊരു കേൾവി ശക്തിയില്ല, ഒരു പ്രശ്നമുണ്ട്. ഈ കുഞ്ഞിനെ പല ആശുപത്രിയിൽ അവർ കാണിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു അന്നും രോഗം കണ്ടുപിടിച്ചില്ല. അവസാനം കൂടുതൽ ടെസ്റ്റിനായിട്ട് വെല്ലൂർ കൊണ്ടുപോകാൻ പറഞ്ഞു.
അവർ പലരിൽ നിന്നും പൈസ കടം വാങ്ങിച്ചും പലരുമൊക്കെ സഹായിച്ച് വെല്ലൂർ കൊണ്ടുപോയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അസുഖം ഇന്നതാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പം വെല്ലൂര് ആണ് പറഞ്ഞത് കുഞ്ഞിന് മജ്ജ മാറ്റി വെക്കണമെന്ന്. അന്ന് കുഞ്ഞിന് 35 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരിക്കൽ ആ വിഷയമായിട്ട് അന്ന് അവർ വന്നെങ്കിലും 35 ലക്ഷം രൂപ ഒക്കെ നമുക്ക് സമാഹരിച്ച് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ അന്ന് കുഞ്ഞിന് അന്ന് വീഡിയോ എടുത്തില്ല. അതിനുശേഷം പിന്നെ ഇപ്പോൾ അവർ പലയിടത്ത് ചികിത്സയൊക്കെ നടത്തി. ഇപ്പോൾ കുഞ്ഞിന് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വന്ന് ഇനിയിപ്പോൾ അവർക്ക് യാതൊരു മാർഗവുമില്ല. അവർ തൊടുപുഴയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ലാസ്റ്റിൽ അവർ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടെ നിന്നാണ് കീമോ എടുത്തത്. പിന്നെ അവിടുന്ന് പിന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അഡ്മിറ്റാക്കി ബില്ലടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാതെ ഈ ICUയിലേക്ക് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏകദേശം 10 ദിവസം ആശുപത്രി കിടന്നു. അങ്ങനെ ആശുപത്രി കിടന്നിട്ടാണ് അവർ അവിടുന്ന് കുഞ്ഞ് മരണത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവം പിടിവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബന്ധക്കോസ് ചർച്ചിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഇത് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാത്തത്. പിന്നെ അതിനുശേഷം അവർ ഇപ്പോൾ RCCയിലേക്ക് റെഫർ ചെയ്തു. അന്ന് RCCയിലേക്ക് അവർ നേരത്തെ പോകാഞ്ഞത് അത് രോഗം കണ്ടുപിടിക്കാതെ RCCയിലേക്ക് പോകാനായിട്ട് കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം രോഗം കണ്ടുപിടിച്ച് ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. RCCയിലേക്ക് അവർ റെഫർ ചെയ്തു. പക്ഷെ പോകാൻ വണ്ടിക്കൂലി പോലും ഇല്ല. ഒരു പ്രയാസത്തിലാണ്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണേ. മോളെന്ത് പറയുന്നു? കേൾക്കാമോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ കളറൊക്കെ ഓക്കെ. നമുക്ക് വലിയ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏത് ബാങ്കിലാ അക്കൗണ്ട്? ഏത് ബാങ്കിലാ? ഫെഡറൽ ബാങ്കിൽ. ബ്രാഞ്ച് എവിടാ? ബാങ്കിന്റെ ബ്രാഞ്ച് മൂവാറ്റുപുഴ. ആരുടെ പേരില്ല? എൻ്റെ പേര് തന്നെ. എന്താ പേര്? ഷൈബി പീറ്റർ എന്നുള്ള പേരിലാണ്. ഷൈബി പീറ്റർ എന്ന പേരിലാണ്. ഓക്കെ. പ്രിയമുള്ളവരുടെ ഇവിടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കുക. കുഞ്ഞിൻ്റെ കാലൊക്കെ ഭയങ്കര നീരാണ്. ഇപ്പം നീരൊക്കെ വളരെ കുറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ കണ്ട് ഹെൽപ്പ് ചെയ്യുക. കാണും പെണ്ണുമായിട്ടൊരു കുഞ്ഞേ ഉള്ളൂ. വളരെ കഷ്ടത്തിലൂടെയാണ് ഇവർ പോകുന്നത്. സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇത്ര പ്രയാസത്തിന് അനുഭവത്തിലൂടെ പോകുന്ന വാടക വീടാണ്. എത്ര നാളായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്? എനിക്കിപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങൾ വാടകയ്ക്കാണ്. ഇന്ന് വരെ ഞങ്ങളൊരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീടോ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ പ്രതീക്ഷിക്കാം ദൈവം സ്വർഗത്തിലൊരു ഭവനം ഞങ്ങൾക്ക് നൽകുമല്ലോ എന്ന് മാത്രം. ഒക്കെ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ സഹായിക്കണേ. ആവശ്യമായ സാമ്പത്തിക നന്മകൾ ദൈവം തുറക്കണം. ഞാൻ ഈ ഏറ്റവും അത്യാവശ്യ സാഹചര്യം ആയതുകൊണ്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം പൈസ കിട്ടിയെങ്കിൽ മാത്രമേ കുഞ്ഞിന് RCCയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. കുഞ്ഞിന് വളരെ ശ്വാസമുട്ടലും പ്രയാസങ്ങളൊക്കെയാണ്. കുഞ്ഞ് പറയുന്നത് കേട്ടല്ലോ. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവളുടെ വേദന
ഈ 17 വയസ്സുള്ള കുഞ്ഞിൻ്റെ വേദന കേട്ടല്ലോ. തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്യണം. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.